കഴിഞ്ഞ 10 വർഷം കുന്നംകുളം മണ്ഡലത്തിൽ എംഎൽഎ എ.സി. മൊയ്തീന്റെ നേതൃത്വത്തിൽ സമഗ്രമായ വികസനമാണ് നടന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടുള്ള വികസന മാതൃകയ്ക്കാണ് കുന്നംകുളം മണ്ഡലം സാക്ഷിയായത്. 2016-ൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതു മുതൽ കുന്നംകുളം മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായി തുടങ്ങിയത്. എംഎൽഎ എ.സി. മൊയ്തീന്റെ നേതൃത്വത്തിൽ മികവുറ്റ വികസനമാണ് കാഴ്ചവെച്ചത്. പൊതുഗതാഗത രംഗത്ത് 740 കോടി രൂപയുടെ വികസനം നടന്നു. മണ്ഡലത്തിലെ റോഡുകളെല്ലാം BMBC നിലവാരത്തിലേക്ക് ഉയർത്തി. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് കേച്ചേരി അക്കിക്കാവ് റോഡാണ്. മാലിന്യം തള്ളി ദുർഗന്ധപൂരിതമായ പ്രദേശം ഇന്ന് സ്വർഗതുല്യമായി. 54 കോടിയിലധികമാണ് ഇവിടെ റോഡിന്റെ നിർമ്മാണത്തിനായി ചിലവിട്ടത്. വിദ്യാഭ്യാസ രംഗത്തും സമഗ്രമായ മാറ്റങ്ങളാണ് നടന്നത്. സർക്കാർ സ്കൂളുകളിൽ പുതിയ കെട്ടിടങ്ങൾ പണിത് നവീകരിച്ചു. നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ മാറ്റമാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഉണ്ടായത്. കുന്നംകുളവും അതിൻ്റെ കൂടെ ചേർന്നു. സർക്കാരിൻ്റെ എല്ലാ വിദ്യാലയങ്ങളും പുതിയ കെട്ടിടങ്ങളായി, സ്മാർട്ട് ക്ലാസ് റൂമുകളായി, കമ്പ്യൂട്ടർ ലാബായി, കുട്ടികളുടെ ജലപരിശോധനയ്ക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അവിടെയായി, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ബസ് ഉൾപ്പെടെയുള്ളവ, കമ്പ്യൂട്ടറും പ്രൊജക്ടറും മറ്റെല്ലാ സൗകര്യങ്ങളും സർക്കാരിൻ്റെയും MLA ഫണ്ടിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ചെലവഴിക്കാൻ കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസത്തിലുള്ള മാനേജ്മെൻറ്റ് സ്കൂളുകൾക്കും പരമാവധി സഹായം എത്തിച്ചു കൊടുക്കാൻ ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 100 കോടിയിൽ പരം രൂപയാണ് ഇതിൻ്റെ ഭാഗമായി ചെലവഴിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ സർക്കാർ സ്കൂളുകളിലും പുതിയ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട്. കുന്നംകുളം ജനതയുടെ ദീർഘകാല ആവശ്യമായ താലൂക്ക് മന്ദിരം പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് സമർപ്പിച്ചു. താലപ്പിള്ളി താലൂക്കിൽ ഉൾപ്പെട്ട 29 വില്ലേജുകൾ ഉൾപ്പെടുത്തി മികച്ച സൗകര്യത്തോടെയാണ് താലൂക്ക് മന്ദിരം പണി കഴിപ്പിച്ചിട്ടുള്ളത്. പൊതുജനാരോഗ്യ രംഗത്ത് 114 കോടിയിലധികമാണ് ചിലവാക്കിയത്. പ്രാദേശികാരോഗ്യ കേന്ദ്രങ്ങൾ നവീകരിച്ചു. താലൂക്ക് ആശുപത്രി കേന്ദ്രമാക്കി പുതിയ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കാൻ സാധിച്ചു. ഇങ്ങനെ കരുത്തുറ്റ വികസനമാണ് മണ്ഡലം കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളത്. കൈരളി ന്യൂസ്, തൃശൂർ.